നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ഹീര വി എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മാർ ഇവാനിയോസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഹീര വി എസ് ആണ്. നമസ്കാരം മാഡം. നമസ്കാരം. ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് വനിതകൾക്ക് സജീവമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ? ഇപ്പം നിലവിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കാഴ്ചാപരിമിതരായവരുടെ സംഘടനയുണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. അവരുടെ നേതൃത്വത്തിൽ കാഴ്ചാപരിമിതരായ വനിതകൾക്ക് അന്തസ്സോടും കാര്യക്ഷമവുമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പരിശീലനം നൽകുമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എങ്ങനെ നടക്കാം, നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, പലതരത്തിലുള്ള ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് റോട്ടിലും മണ്ണിലും ഒക്കെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ, ആ സമയത്ത് നമ്മുടെ ശരീര ചലനങ്ങൾ, അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ പരിശീലനമായിരുന്നു. ഒപ്പം കുറച്ച് സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകളും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സെൽഫ് ഡിഫെൻസ് ടെക്നിക്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. കാഴ്ചാപരിമിതരാകുമ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ നമ്മുടെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരെ പ്രതിരോധിക്കാം, നമുക്ക് അപകടം പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ. ആ ടെക്നിക്സ് ഒന്ന് പറയാൻ പറ്റുമോ? കാണിക്കേണ്ടതാണ്. നമുക്കത് പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷോള്, മുടി, അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ പിടിക്കാമല്ലോ. അത്തരത്തിൽ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ എങ്ങനെ വേദനിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിൽ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ 4 വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വേദനിപ്പിക്കാം. വേദന എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പിടിവിടും. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കത്രിക ലോക്ക് എന്ന് പറയും. കൈ ക്രോസ് വെച്ച് നമ്മുടെ കെയിൻ ഉപയോഗിച്ച് അവരുടെ കൈ നമ്മുടെ കൈയുടെയും കെയിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്സുകൾ. ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ? എങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കിയത്? ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു 4 വർഷത്തിനടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ യാത്രകളിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെച്ച് സ്വന്തമായിട്ട് തന്നെയുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്ത ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് മൊഡ്യൂളുകൾ തന്നിരുന്നു. അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചത്. അപ്പം അതിൽ എൻ്റെ കൂടെ അനുഭവങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാഡം പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് ചില സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ വഴി അറിയില്ല, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, അവിടെ ആളുണ്ടോ, ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് നിൽക്കും. എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കെയിൻ്റെ ഹെൽപ്പോട് കൂടി സേഫായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നു ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ ചിലർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ഗന്ധങ്ങൾ ഉണ്ടാവും ചില മനുഷ്യരുടെ. അങ്ങനെ ഗന്ധം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ നമ്മളെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമ്മളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു കാറ്റ് തട്ടുന്നുണ്ടാവും. അപ്പം അതിൻ്റെ വേരിയേഷൻ. പിന്നെ ചില ശബ്ദങ്ങൾ, ചിലർ നടന്നു വരുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്ത് അടുത്ത ആളെത്താറാവുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് ചോദിക്കും. അപ്പം ചിലരൊന്നും പ്രതികരിക്കില്ല, മിണ്ടാതെയൊക്കെ പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരാൾ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണോ?
എൻ്റെ അമ്മ തീരെ സപ്പോർട്ടല്ലായിരുന്നു, മറ്റെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നു. പെൺകുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളൊരു പേടി അമ്മയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 7 വർഷമായി. അപ്പം അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എവിടെ. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വിടും, അതല്ലാതെ തനിയെ എവിടെയും വിടില്ല. അപ്പം അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യത്തിനൊപ്പം അച്ഛനാണ് ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിയുള്ള ദിവസം എൻ്റെ മറ്റു പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നത്. ആദ്യമൊക്കെ അച്ഛനും എതിർപ്പായിരുന്നു, വേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വിഷമമായിരുന്നു. അമ്മയില്ലാണ്ടായപ്പോൾ കൊണ്ടുപോകാൻ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ. അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അച്ഛനുണ്ടല്ലോ, എന്ത് വന്നാലും വിളിച്ചാൽ ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത്. ഇപ്പോൾ അച്ഛന് സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വേറെ എല്ലാവർക്കും ഭയമാണ്. എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു, അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെയാണ് നിൽക്കുക, അത് ബുദ്ധിമുട്ടാവും, അങ്ങനെ പലർക്കും ആശങ്കയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക എന്നോട് പറയാത്തത്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ആരെങ്കിലും വിളിച്ചാൽ അവൾ എങ്ങനെയാ ചെയ്യാ, അത് അവൾ ചെയ്തോളും, അവൾ നിന്നോളും എന്നുള്ളൊരു ഉറപ്പ് മറ്റാരെക്കാളും എൻ്റെ അച്ഛന് ഉണ്ട്. ആ ഒരു ഉറപ്പ് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള റീസൺ. അച്ഛൻ്റെ ആ ഒരു ഉറപ്പാണ്. അതിലെ ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? എങ്ങോട്ടാ പോയത്? ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ PG കഴിഞ്ഞ സമയത്ത് ഒരു 3 മാസത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വലിയച്ഛൻ മരിക്കുന്നത്. അപ്പം അന്ന് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛന് കൂടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല. അവിടെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ പൊക്കോളാം, അച്ഛൻ പേടിക്കണ്ട, ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അച്ഛൻ അവിടെ നിന്ന് കയറ്റി തന്നു. ഞാനപ്പോൾ ഇവിടെയുള്ള ആരെയും അറിയിച്ചില്ല ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്, ആരോടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി. അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പം ആള് എന്നെ അവിടെ നിന്ന് ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് ജ്യോതിർഗമയയിൽ എത്തി. അതാണ് ഫസ്റ്റത്തെ ഒരു ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയാവുന്ന ഒരു യാത്ര. അതിനുശേഷം ഇപ്പൊ സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. റെയിൽ വണ്ണിന്റെ ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായാലും, ഇപ്പോൾ വേർ ഇസ് മൈ ട്രെയിൻ നോക്കി ട്രെയിൻ എവിടെ എത്തി, അങ്ങനെയുള്ള യാത്രയ്ക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ആളുകളോട് ചോദിക്കും. എനിക്കങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ, രാത്രിയൊക്കെ ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാരെങ്കിലും വിളിക്കും, ഹെൽപ്പ് വേണം എന്ന് പറയും. അങ്ങനെ അവരുടെ ഹെൽപ്പോട് കൂടി പോവും. രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൃശ്ശൂർ പോകണമെങ്കിലും, പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് രാത്രി കാലത്താണ് യാത്രകളൊക്കെ വരുന്നത്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ടൂർണമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാത്രിയൊക്കെ യാത്രകൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് പോവുക. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേയേഴ്സ് എല്ലാവരും കാഴ്ചാപരിമിതരായിരിക്കും. കോച്ചും കീപ്പറും മാത്രമാണ് സൈറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കുക. പിന്നെ എവിടെയാണ് പഠിച്ചതൊക്കെ? എനിക്ക് 7 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ കാഴ്ച പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുത്തൂർ LP സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാഴ്ച പോയി പിന്നെ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അത് കുന്നംകുളത്ത് ഗവൺമെൻറ് ബ്ലൈൻഡ് സ്കൂളിലാണ് ചേർന്നത്. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വീടിൻ്റെ അടുത്ത് പുത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, ഹയർ സെക്കൻഡറി തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെയ്തു. പിന്നെ ഡിഗ്രി പഠിച്ചത് കൊടകര സഹൃദയ കോളേജിലാണ്. അതിനുശേഷം PG ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലും ചെയ്തു. പിന്നെ ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. ഈ ഒരു ജേർണിയിൽ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉള്ള ഒരു വ്യക്തി എന്ന് ചോദിച്ചാൽ ആരെയായിരിക്കും പറയാം? അച്ഛൻ്റെ പേരെന്താണ്? ശിവദാസൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എൻ്റെ ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് 7ാമത്തെ വയസ്സിൽ നിന്നല്ലേ പറഞ്ഞു? എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം അങ്ങനെ എന്തെങ്കിലും? ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. 1-2 ആഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞ് പോവുമായിരുന്നു. ബുദ്ധിമുട്ട് പെട്ടെന്ന് വന്നതാണ്. തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം പോയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ച കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇങ്ങനെ തലച്ചോറിന് കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് തളർന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. കാഴ്ച പോയ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാ. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്. ഞാനും ബ്രദറും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര വാശിയും ദേഷ്യവും എല്ലാത്തിനോടും വെറുപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ കുന്നംകുളത്ത് ചെന്നതിന് ശേഷം അവിടെ
എന്നെപ്പോലെയുള്ള ആളുകൾ, അതും ജന്മനാ കാഴ്ചയില്ലാത്തവർ, പകുതിക്കുന്ന കാഴ്ച പോയവർ ഒക്കെ അവരുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടതിന് ശേഷമാണ് ജീവിക്കാൻ കാഴ്ചയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. പിന്നെ 5ാം ക്ലാസ്സൊക്കെ എത്തുന്നതോടുകൂടി എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, മരുന്നുകളൊക്കെ ഞാൻ തന്നെ നിർത്തി. ഇനി കാഴ്ച വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അതിന് അവിടെ അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കുന്നുകുളത്ത് HM ആയിട്ടുണ്ടായിരുന്നത് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ സാറിനോട് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പകുതിക്കുന്ന കാഴ്ച പോയതല്ലേ, അപ്പോൾ മോൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ സാറ് പറഞ്ഞത്, ഞാനിപ്പോൾ അതിന് മറുപടി പറയില്ല, ഇവിടെ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് അവള് പറഞ്ഞു തരും. അതുപോലെ സാറും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലല്ലോ. നമ്മൾ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ചയില്ലാത്തത്, കാഴ്ചയുള്ളവർ എന്നുള്ളൊരു വേർതിരിവ് വരും. പക്ഷെ എല്ലാവരും അങ്ങനെ ആകുമ്പോൾ അതിൽ വേർതിരിക്കാനില്ലല്ലോ. ഇത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ എന്നെ സഹായിച്ചൊരിടം എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു PhD ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് ടോപ്പിക്കിലാണ് PhD ചെയ്യുന്നത്? സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും എന്ന് പറഞ്ഞ വിഷയത്തിലാണ്. ആദ്യകാലത്തെ നോവൽ പഠനങ്ങളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി? ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ ഡോക്ടർ സോണിയ ഇപ്പ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ കൂടെയാണ് PhD ചെയ്യുന്നത്. സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും ആദ്യകാല മലയാള നോവലുകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മാതൃകകളെ മുൻനിർത്തിയുള്ള വിശകലനം, അതാണ് എൻ്റെ ടോപ്പിക്ക്. നമുക്ക് പഴയ കാലത്തുള്ള നോവലുകളെ, പല കൃതികളെയും നോവലായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴാണ് നോവൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം സാഹിത്യ വിമർശനത്തിൽ. കാരണം ഇപ്പോൾ ഈ റിസർച്ചിൻ്റെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഭിന്നശേഷിത്വം, അതിലെന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെന്നിരുന്നത്. അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു വിഷയങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ടീച്ചറുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ വേറൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു ആലോചന എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഫിക്ഷൻ ഒരുപാട് പേര് വായിച്ച് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമേ അതിന് വേണ്ടുന്നൊരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടിയാണ് സാഹിത്യ വിമർശനം. അതാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ഡിഗ്രി ചൂസ് ചെയ്തത്? മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയിൽ PG ഇഷ്ടത്തോടെ എടുത്തതാ. PGയും മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്. അധ്യാപികയായ ഹീര VS-ഉമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച നേർവഴിയിൽ. നേർവഴി